രാജ്യത്തെ രാഷ്ട്രീയ ഭൂപടത്തിൽ വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു നിർണായക നീക്കങ്ങളുമായി ബംഗാളിലെയും ബീഹാറിലെയും BJP സർക്കാരുകൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. SIR നടപടികളിലൂടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്കെതിരെ കടുത്ത നടപടികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള വിചിത്രമായ നടപടികൾ ഒരു ജനതയെ തന്നെ ആശങ്കയിലാക്കുന്നു. പൗരത്വ നിഷേധത്തിന്റെ ആദ്യ പടിയാണോ ഈ നീക്കം എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് നിലവിലെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ബംഗാളിൽ BJP സർക്കാർ അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. സംസ്ഥാനത്തെ ഏറ്റവും ജനപ്രിയമായ ലക്ഷ്മി ഭണ്ഡാർ പദ്ധതി പ്രകാരം നൽകുന്ന 3000 രൂപയുടെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ SIR നടപടിയിലൂടെ പുറത്തായവർക്ക് ഇനി ലഭിക്കില്ല. വെറും ഒരു വോട്ടർ പട്ടിക പരിഷ്കരണമല്ല, മറിച്ച് ഒരു ജനതയുടെ അടിസ്ഥാന ജീവിതോപാധികൾ വരെ തടയുന്ന നിലയിലേക്കാണ് സർക്കാർ കടക്കുന്നത്. റേഷൻ, പെൻഷൻ തുടങ്ങിയ ആവശ്യ സേവനങ്ങൾ കൂടി റദ്ദാക്കപ്പെടുമ്പോൾ ലക്ഷക്കണക്കിന് സാധാരണക്കാരാണ് നിരാലംബരാകാൻ പോകുന്നത്. നിലവിൽ 34 ലക്ഷത്തോളം പേർ തങ്ങളുടെ പേര് വെട്ടിമാറ്റിയതിനെ തുടർന്ന് ആശങ്കയിലാണ്. ഇവർക്ക് അപ്പീൽ അന്തിമ തീരുമാനം വരുന്നതുവരെ മാത്രമേ ആനുകൂല്യം നൽകൂ എന്നും ബംഗാൾ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പീൽ തള്ളപ്പെട്ടാൽ ഇവർക്ക് ഇന്ത്യൻ പൗരൻ എന്ന നിലവിലുള്ള യാതൊരു പരിഗണനയും ലഭിക്കില്ല എന്ന സൂചനയാണ് സർക്കാർ നൽകുന്നത്. ഇത് ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനമാണെന്ന വാദവും ഇതിനോടകം തന്നെ ശക്തമായിട്ടുണ്ട്. ബംഗാൾ മന്ത്രി അഗ്നിമിത്ര പോൽ നടത്തിയ പ്രസ്താവനകൾ ഈ വിഷയത്തിന്റെ രാഷ്ട്രീയ മുഖം കൂടെ വ്യക്തമാക്കുന്നു. അന്ന് പറഞ്ഞത് SIR നിന്ന് പുറത്തായവർ കുടിയേറ്റക്കാരാണെന്നും അതിനാൽ അവർക്ക് ക്ഷേമ പദ്ധതികൾക്ക് അർഹതയില്ല എന്നുമാണ് മന്ത്രി തുറന്നടിച്ചത്. ഇതോടെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്ന സാങ്കേതിക വാദത്തിനപ്പുറം ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമാണിതെന്ന കാര്യത്തിൽ വ്യക്തത വരുന്നുണ്ട്. ന്യൂനപക്ഷ മേഖലകളിൽ നിന്നും കുടിയേറ്റം ആരോപിച്ചാണ് ഈ വെട്ടിമാറ്റലുകൾ ഭൂരിഭാഗവും നടന്നിട്ടുള്ളത് എന്നത് ഇതിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ ഇതൊരു ചെറിയ നീക്കമല്ല എന്ന് വ്യക്തമാകും. ബംഗാളിൽ മാത്രം 91 ലക്ഷത്തിലധികം വോട്ടർമാരെയാണ് ഈ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. ബീഹാറിലാകട്ടെ 85 ലക്ഷത്തോളം പേർ പട്ടികക്ക് പുറത്തായി. ഇത്രയും അധികം ആളുകളെ ഒന്നിച്ച് പുറത്താക്കുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കേന്ദ്ര സർക്കാരിന്റെയും മൗനാനുവാദത്തോടു കൂടിയാണ് ഈ ക്ലീൻ ആപ്പ് ഓപ്പറേഷൻ നടത്തുന്നതെന്ന വിമർശനം പ്രതിപക്ഷ കക്ഷികളായ TMCയും JDU RJD സഖ്യവും നേരത്തെ തന്നെ ഉയർത്തി കാണിച്ചിരുന്നു. ബംഗാളിലും ബീഹാറിലും പരീക്ഷിക്കുന്ന ഈ മാതൃക മറ്റു BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ കേന്ദ്രം ആലോചിക്കുന്നുണ്ട്. ഇതിനോടകം ആസാം ഇതിന്റെ അടുത്ത കേന്ദ്രമാകാനും സാധ്യതയുണ്ട്. എന്നാൽ വരാനിരിക്കുന്ന ഉത്തർപ്രദേശ്, പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് അവിടം ഇപ്പോൾ ഇത്തരം കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്ന വാദവും BJP ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള തീരുമാനമുണ്ട്. രാഷ്ട്രീയപരമായി തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ കരുതലോടെയാണ് സർക്കാർ നീങ്ങുന്നത്. നിയമവിദഗ്ധർ ഈ നടപടിയെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിശേഷിപ്പിക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നതുകൊണ്ട് മാത്രം ഒരാളുടെ പൗരത്വം റദ്ദാക്കാനോ റേഷൻ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തടയാനോ നിയമപരമായി ഒരിക്കലും സാധ്യമല്ല. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. ഇതിനോടകം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രക്ഷോഭങ്ങൾക്കും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും തെരുവ് യുദ്ധങ്ങളിലേക്ക് ബംഗാളും ബീഹാറും നീങ്ങുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ നയങ്ങൾക്കെതിരെയുള്ള രണ്ടാം ഘട്ട പോരാട്ടമായി ഇത് മാറും. SIR എന്നത് വെറും ഒരു പട്ടികയല്ല, മറിച്ച് കോടിക്കണക്കിന് ആളുകളുടെ അസ്തിത്വത്തിന്റെ ചോദ്യമായിരിക്കുന്നു. വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങാനിരിക്കെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളും നീതിന്യായ വ്യവസ്ഥയും ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടും എന്നത് നിർണായകമാണ്. വോട്ടവകാശത്തിനോടൊപ്പം ഭക്ഷണത്തിനുള്ള അവകാശം കൂടെ ഇല്ലാതാകുമ്പോൾ ഒരു വലിയ ജനവിഭാഗം രാജ്യത്തിനുള്ളിൽ തന്നെ അഭയാർത്ഥികളാക്കപ്പെടുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.